നമസ്കാരം. മലയാളം മീഡിയ .ലൈവിലേക്ക് സ്വാഗതം. തന്റെ ഓഫീസിന് ചുറ്റും അവതാരങ്ങൾ ഉണ്ടാകില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചായിരുന്നു പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രിയായത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൽ എം ശിവശങ്കർ മുതൽ സ്വപ്ന സുരേഷ് വരെയുള്ള അവതാര പിറവികളെ നമ്മൾ കണ്ടു. സ്വർണ്ണക്കടത്ത് ആരോപണത്തിന്റെ കുഴിയിൽ ചാടിച്ച ഇവരുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിലും TK ദേവകുമാറിന്റെ മകൻ പാർട്ടിക്കുണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല. CPM നേതാവിന്റെ മകൻ എന്നതിലുപരി ഒരു പദവിയും ചുമതലയും പാർട്ടിയിലോ സർക്കാരിനോ TD സുബ്രഹ്മണ്യനില്ല. കൂടാതെ CPM നയപരമായി തന്നെ എതിർക്കുന്ന ഒരു കോർപ്പറേറ്റ് ഭീമന്റെ ഉദ്യോഗസ്ഥനുമാണ് TD സുബ്രഹ്മണ്യം. എന്നാൽ അങ്ങനെയുള്ള ഒരാളാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ അജണ്ട തന്നെ നിശ്ചയിച്ചത്. നേതാക്കളുമായി ഉൾപ്പെടെയുള്ള TK ദേവകുമാറിന്റെ അടുപ്പമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ദൗത്യം ഏൽപ്പിക്കുന്നത് വരെ എത്തിയിരിക്കുന്നത്. PR ഏജൻസിയെ ഏൽപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴും സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ള ഒരാളെ ഇത്തരത്തിലൊരു കാര്യം ഏൽപ്പിച്ചതിന് കൃത്യമായ വിശദീകരണമില്ല. കൂടാതെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്തെല്ലാം പ്രസിദ്ധീകരിക്കുന്നുവെന്നോ എന്തെല്ലാം പിന്നീട് കൂട്ടിച്ചേർത്തുവെന്നോ ഒരു അന്വേഷണവും സർക്കാരിന്റെ ഭാഗമായി നടത്തിയിട്ടുമില്ല. തനിക്ക് PR ഏജൻസിയില്ലെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി അഭിമുഖത്തിനിടെ സ്വകാര്യ ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് തിരക്കാത്തത് അത്ഭുതം തന്നെയാണ്. കൂടാതെ ഈ വിവാദത്തിൽ ദേവകുമാറിന്റെ മകനോട് ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ലെന്നതും ഞെട്ടിപ്പിക്കുന്നത് തന്നെ. സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിൽ ചേർക്കേണ്ട കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ മലപ്പുറത്തെ സ്വർണത്തിന്റെ അടക്കം വിശദാംശങ്ങൾ ലേഖികയ്ക്ക് കൈമാറിയതെന്നതാണ് പുറത്തു വരുന്ന വിവരം. അഭിമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് ലഭ്യമാകുന്ന സൂചന. റിലയൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സുബ്രഹ്മണ്യന് കൈസന്റെ ഇത്തരം പ്രോജക്റ്റുമായി സഹകരിക്കാറുണ്ടെന്നാണ് വിശദീകരണം. അതേസമയം ഐപാക്കിൽ പ്രവർത്തിക്കുന്ന വേളയിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിർത്തിയ സുബ്രഹ്മണ്യൻ പല രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടാറുണ്ടെന്നാണ് അറിവ്. മുൻ ഹരിപ്പാട് MLA ആയ TK ദേവകുമാറിന്റെ മകനെന്ന നിലയിൽ CPM നേതാക്കളുമായി സുബ്രഹ്മണ്യന് നല്ല അടുപ്പമുണ്ട്. ഈ അടുപ്പം വച്ച് തന്നെയാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ലഭിച്ചതെന്നാണ് അറിവ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും പിണറായിക്കായി ഏജൻസികൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിവാദമായിരിക്കെ ഉത്തരവാദിത്വം TD സുബ്രഹ്മണ്യന്റെ തലയിൽ വച്ച് കെട്ടി രക്ഷപ്പെടാനാണ് CPMന്റെ നീക്കം. സുബ്രഹ്മണ്യനാണ് മലപ്പുറം പരാമർശം കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അതിനാൽ മലപ്പുറം പരാമർശത്തിന്റെ ഉത്തരവാദിത്വം സുബ്രഹ്മണ്യന് നൽകി തൽക്കാലം തലയൂരാനാണ് CPM നീക്കമിടുന്നത്. അതേസമയം PR ഏജൻസിയായ കേസൻ കത്ത് നൽകിയത് പ്രകാരമാണ് മലപ്പുറം പരാമർശം കൂട്ടിച്ചേർത്തതെന്നാണ് ഹിന്ദു നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ ഈ പരാമർശം കൂട്ടിച്ചേർക്കാൻ ആരാണ് സുബ്രഹ്മണ്യന് നിർദ്ദേശം നൽകിയതെന്നതിന് ഇപ്പോഴും ഉത്തരമില്ല. PR ഏജൻസിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും PR ഏജൻസിയാണ് അഭിമുഖത്തിന് സമീപിച്ചതെന്നതാണ് ഹിന്ദുവിന്റെ വിശദീകരണം. അതിൽ നിന്ന് തന്നെ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്ത ഭാഗം കഴിഞ്ഞ മാസം പകുതിയോടെ തന്നെ ഡൽഹിയിൽ പ്രചരിക്കാൻ തുടങ്ങിയ വാർത്താക്കുറിപ്പിലുണ്ട്. അതും ഒരു PR ഏജൻസി തന്നെയാണ് ഇറക്കിയതും. പല മാധ്യമ പ്രവർത്തകർക്കും ഇമെയിലായും വാട്സാപ്പിലും കിട്ടിയ കുറിപ്പിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് മലപ്പുറത്തെ സ്വർണ്ണ ഹവാല കേസുകളുടെ കണക്കായിരുന്നു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതും. കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നാണ് അതേസമയം കേസൻ ഗ്രൂപ്പിന്റെ പ്രതികരണം. കരാറിലടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത കേസൻ സർക്കാർ വിശദീകരിക്കട്ടെ എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ സർക്കാർ കണ്ട ഭാവവും നടിക്കുന്നുമില്ല. മലപ്പുറം പരാമർശത്തിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അതെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് പിണറായി സർക്കാർ. തെറ്റുകൾ മറച്ചുവെച്ച് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചോടുന്ന രീതിയാണ് സർക്കാർ ഇവിടെ പിന്തുടരുന്നത്.